മിഷൻ ബാങ്കിങ്ങിന്റെ ഡേ 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എജുവോൺ ബാങ്കിങ് എന്ന് പറഞ്ഞ ചാനലുണ്ട്, നമ്മളതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഇനി വരാൻ പോകുന്ന ബാങ്ക് എക്സാമുകൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു അടുത്ത് തന്നെ, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 25-നാണ് 2025. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന തൊട്ടടുത്ത ദിവസം ശരിക്കും SBI ക്ലർക്കിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തീരുകയാണ്. അതായത് ഓഗസ്റ്റ് 26-നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയ ചലഞ്ച് പോലെ ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ബാങ്ക് എക്സാമിന് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ശരിക്കും ഞാനൊരു 2.5 വർഷം എടുത്തിട്ടാണ് ബാങ്ക് POയുടെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ SBI ക്ലർക്കിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് എത്താൻ പറ്റി. IBPS ക്ലർക്കും RRB ക്ലർക്കൽ എക്സാംസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻറ്റ്സ് IBPS PO ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് എത്തിയെന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇവിടെ ഞാനൊക്കെ ഒരു 1.5 വർഷം വെറുതെ കളഞ്ഞൊരു കാര്യമുണ്ട്. കാരണം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഒരു ഐഡിയ ഇല്ല. പല പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ സ്ട്രാറ്റജി ഒന്നുമില്ല. ഡേ 1 മുതൽ എന്തൊക്കെ തുടങ്ങണം എന്നുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ള ഒരുപാട് റിസോഴ്സസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെലിഗ്രാമിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. ടെലിഗ്രാമിൽ നമ്മൾ എജുവോൺ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ EDU ഓൺ ചാനലിൻ്റെ ഇതേ പേര് തന്നെ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ചാനൽ നെയിം തന്നെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വർക്കൗട്ട് ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്തിനാണ് ഡേ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ബേസിക് ആയിട്ട് പഠിക്കണം. നമ്മളിപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ഡേ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, എല്ലാം കൂടി പഠിക്കാമെന്ന് പറയില്ല. പക്ഷേ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഒന്നെന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് ആണ്. നമുക്ക് സംഖ്യകളുടെ വർഗമുണ്ട് അല്ലേ. നമുക്ക് എവിടം വരെ അറിയാം? ഒരു 10 വരെയൊക്കെ എല്ലാവർക്കും പറയാം. നോക്കി 8, 64, 9, 81, 10ന്റെ സ്ക്വയർ 100, 11, 12 ചിലപ്പോൾ അറിയുന്നു. ഒരു 15 വരെയൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ആദ്യമായിട്ട് എക്സാമിന് പഠിക്കുന്ന ആളുകൾ ഈ 16, 256, 17, 289, 18, 324, 19, 361 ഇത് ബൈ ഹാർട്ട് ചെയ്യും. 20, 400 ആണ്. 21, 441, 22, 484, 23, 529 അല്ലേ? അതെ, 23, 524, 526. നോക്കി 24, 26 പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് നോക്കി 24, 26 പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക. എവിടം വരെ പഠിക്കുക? ബേസിക് ആയിട്ട് നിങ്ങൾ ഒരു 30 വരെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് 40 ആക്കിക്കോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പഠിച്ചു തുടങ്ങി. ഈ 27 ഒരു പ്രത്യേകം നോക്കി 27, 729. ഈ 27 നമ്മൾ ക്യൂബ് പഠിക്കുമ്പോഴും നമ്മൾ കാണും കുറച്ചുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 27ന്റെ സ്ക്വയർ 729. നിങ്ങൾക്ക് രാമാനുജൻ നമ്പർ അറിയാലോ, 1729 രാമാനുജൻ നമ്പർ 1729. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, എങ്ങനെ ഇതല്ലാത്ത നമ്പറുകൾ കാണാം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും പല ആളുകൾക്ക്. ഇതിപ്പോൾ ഇതല്ലാത്ത നമ്പറുകൾ എങ്ങനെ കാണാം? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെറിയൊരു വീഡിയോ ഇതിനൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ ഈസി ആയിട്ട് ഷോർട്ട് കട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാനൊരു 10 മിനിറ്റ് താഴെയുള്ള ചെറിയൊരു വീഡിയോ കൂടി ഇതിനൊപ്പം ക്ലബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സ്ക്വയർ എത്ര വരെ ബൈ ഹാർട്ട് ചെയ്യണം? ഫസ്റ്റ് ഡേ 1 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കാണാപ്പാടം പഠിക്കാം. നിങ്ങൾക്ക് എഴുതി വെക്കാം, നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങളെ ക്ലാസ്സിലെ നിങ്ങളെ പഠിക്കുന്ന സ്ഥലത്ത് എഴുതി വെക്കാം. നിങ്ങളെ മൊബൈലിൽ വാൾപേപ്പർ ആക്കി വെക്കാം. ഇത് പഠിക്കണവരെ കാണാപ്പാടം പഠിക്കുക. അപ്പോൾ 29 അല്ലേ, 29, 841 നോക്കി 840. എനിക്കിത് ബൈ ഹാർട്ടാണ്. 78, 784 നോക്കി ഇത് കാണാതെ പഠിച്ച് ഇങ്ങനെ ആയതാണ്. 31, 961, 32, 1024, 33, 1089. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഒരു 40 ഒക്കെ എനിക്ക് അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു 35 ഒക്കെ എനിക്കൊരു കംഫർട്ടബിൾ ആണ്. പഠിച്ച് മറന്നു പോവില്ല. ഒരു കുറച്ച് കഴിഞ്ഞാൽ 30 വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറേ എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ 30 വരെയുള്ള സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്യുക. ഇതിന് ശേഷമുള്ള നമ്പേഴ്സ് ഇപ്പോൾ 34ൻ്റെ എങ്ങനെ ചെയ്യാം, 42ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം, ഇതൊക്കെ ഞാൻ ഇതിനൊപ്പം ഇപ്പോൾ ഈ ഒരു ഇതിന് ശേഷമുള്ള വീഡിയോയിൽ കാണിക്കുക. ഒരു അസൈൻമെൻറ്റ് തരുത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കുക. സ്ക്വയർ കാണാൻ എത്ര നമ്പറിൻ്റെ നമ്മൾ ഇതുവരെ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഇതിന് ശേഷമുള്ള നമ്പർ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോയുടെ മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. സ്ക്വയർ ഓഫ് നമ്പേഴ്സ് കാണാനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ്. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു നമ്പർ നോക്കാം. 52, 52 സ്ക്വയർ. ഇവിടെ നോക്കി ഞാൻ 52 എഴുതിയപ്പോൾ തന്നെ ഞാൻ നടുക്കൊരു വരയിട്ടു. ഞാൻ അത് ശീലമായി. നമ്മുടെ ഒരു ഹാബിറ്റാണ്. ഒരു സ്ക്വയർ കാണാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയാണ്. നോക്കി 5 2 സ്പ്ലിറ്റ് ചെയ്തു, 2 പാർട്ടായിട്ട്. ലെഫ്റ്റ് സൈഡിൽ 5 ഉണ്ട്, വലത്ത് ഭാഗത്ത് 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനും കൂടി ചേർത്തിട്ട് വേണം സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട്. 3 അക്ക സംഖ്യ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം.
ഇങ്ങനെയാണ്. അവസാനത്തു നിന്ന് ഒന്നെടുത്ത് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ശരിക്കും മാക്സിമം നമുക്ക് എന്താണ് രണ്ടക്ക സംഖ്യയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ തൽക്കാലം ഒന്നിപ്പം നമുക്ക് 152 ആണെങ്കിൽ ലാസ്റ്റ് നിന്ന് ഒരെണ്ണം വിട്ടിട്ട് എപ്പോഴും ഇതേപോലെ തന്നെയാണ്. 452 ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ലാസ്റ്റ് നിന്ന് ഒന്ന് ഇട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം 52ന്റെ കാര്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് സ്ക്വയർ ആണുള്ള ഒരു ടെക്നിക്ക് നോക്കി. ഈ 2 ഇവിടെ കാണണ്ടല്ലോ. ശരിക്കും രണ്ടും കൂടി ഉള്ളതല്ലേ ശരിക്കും 52ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ. അതായത് ഈ 2ന്റെ സ്ക്വയർ ഇവിടെ എഴുതി വെക്കാം. 4 ശിഷ്ടം ഉണ്ടല്ലോ? ഇല്ലല്ലോ. ശിഷ്ടം ഇല്ല. നമുക്ക് എളുപ്പമായി, നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. തമ്മിൽ ഗുണിക്കുക, ഇരട്ടി എടുക്കുക. അതാണ് സംഭവം. എന്താ ഉള്ളൂ, തമ്മിൽ രണ്ടെണ്ണം ഉണ്ടല്ലേ, 2 നമ്പറുകൾ തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി എടുക്കുക. എത്ര വരിക? 5 2 10, 10ന്റെ ഇരട്ടി 20 വരും. ശിഷ്ടം ഞാനൊന്ന് മാറ്റി വെച്ചു. ഇനി നോക്കി ഇവിടെ 2ന്റെ സ്ക്വയർ എടുത്ത പോലെ തന്നെ ഇവിടെ 5ന്റെയും സ്ക്വയർ എടുക്കുക. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ശിഷ്ടം 2 കൂടി ചേർക്കുമ്പോൾ 27 വരും. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ അടുത്തൊരു നമ്പർ നോക്കാം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില സംഖ്യകളാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും. ഞാൻ ചെറിയ നമ്പർ എടുക്കുന്നത് 41. കാരണം നമുക്ക് ഫസ്റ്റ് നമ്പർ ചിലപ്പോൾ നമുക്ക് കുറച്ച് വലിയ നമ്പർ ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നോക്കിയേ, സ്ക്വയർ കാണാനുള്ളതല്ലേ, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. തമ്മിൽ ഗുണിക്കുക 4. 4ന്റെ ഇരട്ടി 8. ശിഷ്ടമില്ലാത്ത നമ്മൾ ചെയ്ത് നോക്കാം ആദ്യം. ശിഷ്ടമല്ല, 4ന്റെ ഇരട്ടി 8 കിട്ടി. തമ്മിൽ ഗുണിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇരട്ടി എടുക്കുക. തമ്മിൽ ഗുണിക്കുക, ഇരട്ടി എടുക്കുക. അത് നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ സ്ക്വയർ എടുത്തിട്ട് ഇവിടെ എഴുതുക. 4ന്റെ സ്ക്വയർ 16. 16 എന്താകും? ഇത്രയേ ഉള്ളൂ. നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും ശിഷ്ടം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് അടുത്തൊരു വലിയ നമ്പറിലേക്ക് പോയാലോ. നമുക്ക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 46 തന്നെ ആയിക്കോട്ടെ. 46 നമുക്ക് എഴുതുന്നുണ്ട്. നോക്കി, 6ന്റെ സ്ക്വയർ ഉണ്ടോ? വർഗ്ഗം കാണാനാണ്. 6ന്റെ സ്ക്വയർ 6 36 ഇഷ്ടം 3 വരും. തമ്മിൽ ഗുണിക്കുക, ഇരട്ടി എടുക്കുക. 6 4 24ന്റെ ഇരട്ടി എടുക്കാൻ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇരട്ടി എടുക്കാൻ പഠിക്കുക, അതാണ് നല്ലത്. 6 4 24ന്റെ ഇരട്ടി 48. 48 3 ശിഷ്ടമുണ്ട്. 51 ശിഷ്ടം 5 വരും. നമ്മൾ നേരത്തെ എടുത്ത ഓർമ്മയുണ്ട്. ഇവിടെ സ്ക്വയർ എടുത്ത പോലെ തന്നെ ഇവിടെയും സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ എത്ര വരും? 16 5 21 2116. നമുക്ക് സ്പീഡിൽ ഒരു കാര്യം ചെയ്ത് നോക്കാം. വലിയൊരു നമ്പർ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്പർ നിന്ന് എടുക്കുന്നത് ഞാൻ ഇവിടെ നോക്കുന്ന നമ്പർ എന്ന് വെച്ചാൽ 64 ആണ്. 64ന്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. 4 4 16 ശിഷ്ടം 1 ഉണ്ട്. 6 4 24 48 49 ശിഷ്ടം 4 ഉണ്ട്. 6 36 36 4 47 96 4096. പെട്ടെന്ന് നമുക്ക് കിട്ടി. നോക്കി, 2 3 സെക്കൻഡ്സ് കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും കിട്ടും. വലിയൊരു നമ്പർ നോക്കണം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില ആളുകൾക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വലിയൊരു നമ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. 83 എടുത്ത് നോക്കാം. 83 സ്പ്ലിറ്റ് ചെയ്യില്ല നമ്മളിവിടെ. ഇവിടെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട 3 9. ഇതെല്ലാം എനിക്ക് തോന്നുന്നു 24 ഇരട്ടി 48. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എനിക്കറിയില്ല. എനിക്കൊരു ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കും. നോക്കി, 8 3 24. നേരത്തെ 2 നമ്പർ ഇങ്ങനെ തന്നെയാണ്. 8 3 24 ഇരട്ടി 48 ഇഷ്ടം 4. 8 8 64 4 68 6 8 8 9. സോ വേറെ നമ്പർ നമുക്ക് റാൻഡായിട്ട് നമ്മൾ ഇതൊക്കെ ഞാൻ ഒരു ലൈവായിട്ട് പറയുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഉണ്ട്, 2 ഡിജിറ്റ് നമ്പർ. അതൊക്കെ നമ്മൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് വലിയ നമ്പർ എടുക്കാം. 79. എത്ര വരും? 79. ഒപ്പം ചെയ്യും. നിങ്ങൾ നോക്കി നോക്കുക. 79 ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു നമ്പർ 9 81 ശിഷ്ടം ഇട്ടുണ്ടല്ലേ. 9 7 നമുക്ക് വലിയ നമ്പർ ആകുമ്പോൾ ഡബിൾ എടുക്കാൻ കൺഫ്യൂഷനാണ്. 9 63 ആണ്. 63ന്റെ ഇരട്ടി എങ്ങനെ എടുക്കുക? 60 60 അല്ലേ? 63 എന്ന് പറയുമ്പോൾ 60 60 എടുക്കുക. 3 3 എടുക്കുക. 60ന്റെ ഇരട്ടി എടുത്താൽ 120 126. അപ്പം എങ്ങനെയാണ് 9 63ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 126. 126 8 എത്രയാണ്? 134. ശിഷ്ടം എത്രയുണ്ട്? 13 ശിഷ്ടം. 130 13 ശിഷ്ടം വന്നു. ഇനി 7 7 49 13 കൂട്ടണം. 7 7 49 10 കൂട്ടുമ്പോൾ എത്രയാണ്? 59 3 62 6 8 4 1. അപ്പം ഇത്രയേ ഉള്ളൂ. ഏത് നമ്പർ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തരുന്നത് വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഞാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പർ ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാനൊരു ചെയ്യുന്ന നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 63 നമ്മൾ ചെയ്തില്ല എന്ന് വിചാരിക്കണം. 63ന്റെ സ്ക്വയർ എന്ത് വരും? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ശിഷ്ടമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏത് നമ്പറിൻ്റെ 2 ഡിജിറ്റ് നമ്പർ നമുക്ക് ചെയ്യാം. 3 ഡിജിറ്റ് നമ്പർ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് നോക്കാം. 123. ഞാൻ വളരെ ഹയർ ലെവലിലേക്കൊന്നും പോകില്ല. 123 നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞത്? അവസാനത്തെ ഒരക്കം വെച്ചിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. 12 3 12 3 നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? അവസാനത്തെ ഒരക്കം ഉണ്ട്, 12 ഉണ്ട്. നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ അവസാനത്തെ ഒരക്കം എടുത്തു. 12 ഒരു സൈഡിലും 3 സൈഡിലും. 3ന്റെ സ്ക്വയർ 9. എങ്ങനെ? അടുത്ത സ്റ്റെപ്പ് എന്താ പറയുക?
തമ്മിൽ ഗുണിക്കുക, ഇരട്ടി എടുക്കുക. നമ്മൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 36 വരും. 12 3 36ന്റെ ഇരട്ടി 72, ശിഷ്ടം 7 വരും. 7 12 സ്ക്വയർ എത്രയാണ്? 12ന്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും 144ആണ്. 144ഉം 7 151 159 സ്ക്വയറിന്റെ ആൻസർ കിട്ടി. നമുക്ക് ഇതൊക്കെ ഇത്രയും ഇതിൽ സ്പീഡിൽ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്, എൻ്റെ ഒപ്പം ഇരിക്കുന്ന ആളുകൾ ഇത് ചെയ്ത് ഭയങ്കര ഞങ്ങളൊരു ഗെയിം പോലെ കളിക്കുക. ഒരാൾ ക്വസ്റ്റ്യൻ പറയും, ഒരു സ്ക്വയർ ഓഫ് നമ്പർ പറയും, രണ്ടുപേരും ചെയ്യും. അപ്പോൾ ഈ ഗെയിമിലൊക്കെ പല ആളുകളും ഭയങ്കര സ്പീഡാണ്, 3 സെക്കൻഡ് പെട്ടെന്ന് തന്നെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ക്വിക്കർ മാത്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, ഷോർട്ട് കട്ട് മെത്തേഡ് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എങ്ങനെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഞാൻ തരാം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പർ, അതായത് നമ്മളിപ്പോൾ ഒരു 30 വരെ ബൈ ഹാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു 30 to 50 ഉള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ സ്വന്തമായിട്ട് ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എല്ലാ നമ്പറൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ 30 to 50 ഇപ്പോൾ എന്ത് ചെയ്യാം, 31 കാണാം. 31ൻ്റെ സ്ക്വയർ എനിക്ക് പറയാം 961. 32ൻ്റെ സ്ക്വയർ ഇങ്ങനെ കാണാം. നോക്കി 2 2 4 3 2 6 6 2 12 അല്ലേ, 12 ശിഷ്ടം 1 10 1924 1024 വരും. 1089 33 വരും. വെറുതെ നോക്കി എനിക്ക് ഈ മെത്തേഡ് ഞാൻ ഈ മെത്തേഡിലും ചെയ്യാമെന്ന് വിചാരിക്കും. 33ൻ്റെ സ്ക്വയർ 3 9 അല്ലേ, 18 ഇഷ്ടം 1 9 1089. ഇങ്ങനെ എവിടം വരെ നിങ്ങൾ വെറുതെ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് ശരിയാണോ എന്ന് കൂടി നോക്കണം. നമുക്കിത് ശരിയാണെന്ന് എങ്ങനെയൊക്കെ നോക്കുക. എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഞാൻ ചുമ്മാ ഇവിടെ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. സോ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കാൽക്കുലേറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ കാൽക്കുലേറ്റർ ഞാൻ എടുത്തു, ഫോണിലെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നോക്കി 31 × 31 961. 32 ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. 32 × 32 ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി 1024. 33 × 33 ഞാൻ ക്രോസ് 1089. അപ്പോൾ നിങ്ങൾ എവിടെ വരെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം, ഒരു 50 വരെ ചെയ്ത് നോക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 50 വരെ ചെയ്തിട്ട് നിങ്ങൾ ഏകദേശം തെറ്റിയിട്ടുണ്ടാവും, ശരിയുണ്ടാവും, അതൊക്കെ ക്രോസ് ചെക്കിന് ശേഷം അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ മതിയില്ല, തൊട്ടടുത്ത ദിവസം 50 to 100 കൂടി ഒന്ന് ചെയ്ത് നോക്കുക. കുറേ നമ്പർ 51 ചെയ്യാം, 52 53 അങ്ങനെ ചെയ്ത് 100. അതിൽ കുറേ തെറ്റുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മെത്തേഡ് സെറ്റാവും. ഏതാണ് നമ്മളെ സ്ക്വയർ കാണാനുള്ള മെത്തേഡ് നിങ്ങൾ അത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ട് സെറ്റായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്കിവിടെ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് നിങ്ങൾ കണ്ടു. 30 വരെ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതിന് ശേഷം നമ്മളെന്താണ് ഇതുകൂടി കാണാൻ പഠിക്കുക. ക്യൂബ് ഓഫ് നമ്പറാണ്. എന്താ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 times മൾട്ടിപ്ലൈ ആണ്. നോക്കി 7 × 7 × 7 ഇതാണ് 7 ക്യൂബ്. 7 × 7 × 7 7 ക്യൂബ് 343. 8 ക്യൂബ് 512. 9 ക്യൂബ് 729 ആണ്. നോക്കി ഈ 9 ക്യൂബ് എന്തിൻ്റെ സ്ക്വയറാണ്? 27ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്ത് പഠിക്കുക. നോക്കി നമ്മൾ നേരത്തെ 27ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 9ൻ്റെ ക്യൂബ് കൂടിയാണ്. ഇങ്ങനെ നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും നമ്മളെന്താണ് ഒരു 15 വരെ ആദ്യം പഠിക്കുക. 12 അല്ലേ, 11 1333, 12 1728 അല്ലേ, ശരിയാണല്ലോ, ശരിയാണ്. 13 എത്രയാണ്? 2197 ആണ്. അതെ 2197. 14 2744. അപ്പോൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. 15 1375. ചിലപ്പോൾ തെറ്റാൻ ഒക്കെ സാധ്യതയുണ്ട്, പക്ഷെ എന്നാലും നമ്മളത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. തെറ്റുമ്പോൾ ശരിയാണോ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ നമ്പർ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും Day 1 നമ്മളിതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ടെലിഗ്രാമിൽ. എഡ്യൂൺ ബാങ്കിങ്ങിൽ ഇതിനായി 2 ഫോട്ടോ അല്ലേ, സ്ക്വയറും ക്യൂബിൻ്റെയും ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അഡീഷണൽ കാര്യങ്ങൾ ഇനി എന്തായാലും പഠിക്കാം. അടുത്ത വീട്ടിൽ കാണാം.